ഇന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചോളം രാജ്യമെമ്പാടുമുള്ള പ്രവർത്തകർ വളരെ ആഹ്ലാദത്തിലാണ്. കഴിഞ്ഞ ഏതാനും വർഷമായി കള്ളക്കേസിൽ കുടുക്കി ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളെ ഒന്നാകെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചത്. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെ അതിനു മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തിട്ട് ചരിത്രമില്ല. അതോടൊപ്പം തന്നെ ഒരു ഉപമുഖ്യമന്ത്രിയെയും അദ്ദേഹം ആ പദവി അലങ്കരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല. ഈ ചരിത്രങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഡൽഹിയിലെ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരെ ഒന്നൊന്നായിട്ട് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചത്. ആ തുറുങ്കിലടച്ച കേസുകളെല്ലാം തന്നെയും വളരെ കൃത്രിമമാണെന്നും ബോധപൂർവ്വം സൃഷ്ടിച്ചതാണെന്നുമുള്ളതാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത്. ഇത് ഇന്ന് മാത്രം പറഞ്ഞ കാര്യമല്ല. ഇന്ന് കോടതി റോസ് അവന്യൂ കോടതി ഈ കേസ് നിലനിൽക്കത്തക്കതല്ല, ഈ ചാർജ് ഷീറ്റ് തന്നെ തള്ളിക്കളയുന്നൊരു സാഹചര്യമുണ്ടായി. അപൂർവങ്ങളായിട്ടാണ് സാധാരണഗതിയിൽ ഒരു ചാർജ് ഷീറ്റ് തള്ളിക്കളയുന്നത്. ആ തള്ളിക്കളയുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാക്കളായ അരവിന്ദ് കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയുടെയും ഒക്കെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിശോധിക്കുന്ന വേളയിൽ പോലും ആ അപ്പെക്സ് കോടതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കേസ് ഒരു ട്രയൽ കോടതിയിൽ, ഒരു വിചാരണ കോടതിയിൽ 2 മിനിറ്റ് പോലും നിൽക്കില്ല എന്നാണ് അന്ന് ഹൈക്കോടതിയുടെ മുതിർന്ന നീതിമാന്മാരായിട്ടുള്ള ന്യായാധിപന്മാർ വിധിച്ചത്. അപ്പോൾ ഒരു ട്രയൽ കോടതിയിൽ 2 മിനിറ്റ് പോലും നിലനിൽക്കാത്ത കേസാണെന്ന് അന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ രാജ്യം വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് റോസ് അവന്യൂ കോടതി, ആ ട്രയൽ കോടതി പറയുകയാണ്, ഈ ചാർജ്, ഈ 100 കോടി രൂപ അടിച്ചുമാറ്റി എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഈ തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്ന ഒരു കേസിൻ്റെ ഈ ചാർജ് ഷീറ്റ് അപര്യാപ്തമാണ്, ഇതിന് ഒരു തെളിവുകളുമില്ലാത്തതാണ്, ഈ കേസ് നിലനിൽക്കത്തക്കതല്ല. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തോടൊപ്പമുള്ള മനീഷ് സിസോദിയയ്ക്കും അവരോടൊപ്പമുള്ള 23ഓളം പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായി. ഇത് ആം ആദ്മി പാർട്ടിയെ മനഃപൂർവ്വം, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അഴിമതി വിരുദ്ധ പാർട്ടി എന്ന മുദ്ര ചാർത്തപ്പെട്ട, അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പാർട്ടി എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിൽ മോശക്കാരാക്കുക, അപഖ്യാതി പരത്തുവാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഒരു ഭരണകൂടം നടത്തിയ ഒരു കള്ളക്കഥയാണ്, കേസും കൂടിയാണ്. കാരണം ഒരു തെളിവ് പോലും എടുക്കാനൊക്കാതെ, ഒരു സാക്ഷിമൊഴികൾ പോലും വിലപ്പെട്ടത് സമാഹരിക്കാനൊക്കാതെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി എന്നറിയപ്പെടുന്ന CBI അന്വേഷിച്ച കേസാണത്. എങ്കിൽ പോലും ആ CBIക്ക് ഈ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെയോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയക്കെതിരെയോ ഒരു ചില്ലി തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ലക്ഷ്യമിട്ടത് ഒരൊറ്റ കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അറിയാം. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 2024 ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ആ ലോക്സഭാ ഇലക്ഷനിൽ ഒരു ദേശീയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ ഉണ്ടാകാൻ പാടില്ല എന്നും ആ ഇലക്ഷനിൽ BJPക്ക് ഈസിയായിട്ട് ഡൽഹിയിൽ വാക്ക് ഓവർ കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് അന്ന് ആ ഇലക്ഷൻ്റെ മൂർധന്യത്തിൽ, ഇന്ന് വരെ നടന്നിട്ടുള്ള കാര്യമല്ല, ഇലക്ഷൻ്റെ മൂർധന്യത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലൊക്കെ ഇതിൻ്റെ തെറ്റായ സന്ദേശം വരുത്തി അഴിമതിക്കാരാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് കണ്ടത്. അപ്പോൾ ഇത് സ്ഥാപിച്ച് എടുത്തതിനിടയിലാണ് ആം ആദ്മി പാർട്ടി ഈ ഫണ്ട് ഉപയോഗിച്ചത് പാർട്ടിക്കാണ്, അതുകൊണ്ട് പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കണമെന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ഒരു കള്ളക്കേസായിരുന്നു ഇത് കോടതി തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും രാജ്യത്തെ ജനങ്ങൾ, ആം ആദ്മി പാർട്ടിയെ സ്നേഹിക്കുന്ന, അഴിമതി വിരുദ്ധതയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ വിധിയോടൊപ്പം ഉണ്ട് എന്ന് മാത്രം പറയുന്നു.